ലുക്കിൽ മാറ്റം വരുത്താം, കോൺഫിഡൻസ് വീണ്ടെടുക്കാം. ബിക്കോസ് ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ. നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ, ഡോക്ടേഴ്സ് ടവർ, മെയിൻ റോഡ്, ചേലക്കര. ലെറ്റ് യുവർ സ്റ്റൈൽ സ്പീക്ക്. പിറന്ന മണ്ണിൽ ഞങ്ങൾക്ക് ജീവിക്കണം. പ്രദേശത്ത് ക്വാറി സ്ഫോടനം ഭൂകമ്പത്തിന് തുല്യം. വീടുകൾ പൊട്ടിത്തകരുന്നു, കുടിവെള്ളം വറ്റി, ജീവൻ പേടിയിൽ അന്തിയുറങ്ങുന്നു തുടങ്ങി ചേലക്കര വെങ്ങാനല്ലൂരിലെ ക്വാറി നാടിന് ദുരന്തമായി മാറിയിരിക്കുകയാണെന്ന് പ്രദേശവാസികൾ വേദനയോടെ പറയുകയാണ്. അധികാരികളെ കണ്ണു തുറക്കൂ, ഞങ്ങളും മനുഷ്യരാണ്. റൈറ്റ് വിഷൻ, ജനശബ്ദം. കോറി വരാൻ പാടില്ല, ഞങ്ങളെ തടയും. പൊട്ടിച്ചതും ചെമ്പരുമ്പെന്ന് ഒരു കഷ്ണം പോകുന്നു. വീട് പോകുന്നുണ്ട്. ഒരു കുട്ടിക്ക് കിടന്നുറങ്ങാൻ നിവൃത്തിയില്ല. എന്താ ഞങ്ങളവിടെ ഞങ്ങളെ എവിടേക്കാ പോവാ? വീടും പൊട്ടി, കുടിവെള്ളം പറ്റി, കുറേശ്ശേ ഉള്ളൂ. പൊടിയൊക്കെ വന്നിട്ട് ഇരിക്കാനും കിടക്കാനും പറ്റുന്നില്ല. പുതിയ വീട് കയറ്റിയതാ, അതൊക്കെ വിണ്ടു നിൽക്കുകയാണ്. ചുമരൊക്കെ പൊട്ടി ചാടുക ചെയ്യുന്നത്. ഞങ്ങൾക്ക് താമസിക്കാൻ പറ്റുന്നില്ല. ഒരിക്കലും ഞങ്ങളുടെ വീടൊക്കെ പൊട്ടിയിരിക്കുകയാണ്. അത്രേ ഉള്ളൂ. എന്താ ഞങ്ങളവിടെ ഞങ്ങളെ എവിടേക്കാ പോവാ? അതന്നെ ഒരു എന്തെങ്കിലും തീരുമാനിക്കാല്ലേ ഞങ്ങൾക്ക് പോകാൻ പറ്റുള്ളൂ. ഞങ്ങൾക്ക് അവിടെ ഒരു 22 സെന്റ് സ്ഥലമുണ്ട്. അപ്പോൾ അത് അതിലൊരു വീടുണ്ടായിരുന്നു, അത് പൊളിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് വീട് വെക്കണം എന്നുള്ള പ്ലാനായിരുന്നു. അപ്പോൾ ഈ അവസ്ഥയിൽ ഇപ്പോൾ അതിൽ വെക്കാൻ പറ്റില്ല. അപ്പോൾ അതിന് ഇപ്പോൾ കാര്യമായിട്ടുള്ള എന്തെങ്കിലും പൈസ കിട്ടുകയാണെങ്കിൽ ഞങ്ങൾക്കത് സഹായമായിരുന്നു വേറെ എവിടെയെങ്കിലും വീട് വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അവിടുത്തെ അവസ്ഥ കേട്ടാൽ ഒരു കുട്ടിക്ക് കിടന്നുറങ്ങാൻ നിവൃത്തിയില്ല, ചെറിയൊരു കുട്ടീനെ ഉറക്കാൻ നിവൃത്തിയില്ല, തുണികൾ തോരയിടാൻ നിവൃത്തിയില്ല, ഈ പൊടികൾ വന്നിട്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളാണ്. അപ്പൊ എത്രയും പെട്ടെന്ന് അത് അവസാനിപ്പിക്കാൻ പറ്റുകയാണെങ്കിൽ അവസാനിപ്പിക്കും. പെരയൊക്കെ പൊട്ടിച്ചായിട്ട് കിടക്കണം. ഞങ്ങൾ ഒറ്റയ്ക്ക് ജീവിതം. അതിലേക്ക് ഈ ഓടും മരവും അല്ലെങ്കിൽ ഈ പൊടിയൊക്കെ വന്നിട്ട് ഇരിക്കാനും കിടക്കാനും പറ്റുന്നില്ല. അതുകൊണ്ട് അപേക്ഷിക്കാൻ വന്നിറക്കുന്നത് മക്കളെ എന്നെ പറയാനുള്ളൂ. പെര ഓടൊക്കെ പൊട്ടിയിട്ട് താഴത്ത് വീണിട്ടൊക്കെ കിടക്കാൻ പറ്റുന്നില്ല. അതൊക്കെ എന്നെ പറയാനുള്ളത്. ഞങ്ങൾക്ക് ഈ കോറി കാരണം ഇവിടെ ഇരിക്കാൻ പറ്റണില്ല. ഒരുപാട് ഒച്ചയിൽ പൊട്ടിക്കും. പിന്നെ ഞങ്ങളെ പുതിയ വീട് കയറ്റിയതാ, അതൊക്കെ വിണ്ടു നിൽക്കുകയാണ്. ചുമരൊക്കെ പൊട്ടി ചാടുക ചെയ്യുന്നത്. ഓരോ ഇങ്ങനെ സിമെന്റ് മണലുമായിട്ട് പൊട്ടി ചാടുക ചെയ്യുന്നത്. അപ്പൊ അതിനൊക്കെ ഒരു പരിഹാരം കാണണം. ചോലപ്പറമ്പ് കോളനിയിലേക്ക് ഒരു കോറി വരാൻ നിയമിച്ചിട്ടുണ്ട്. റോഡ് വെട്ടിയിട്ടുണ്ട്. റോഡ് വെട്ടണം പറഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. അവിടേക്ക് വരാൻ പാടില്ല, കോറി വരാൻ പാടില്ല. ഞങ്ങളെ തടയും. അത് എന്തും ഇത് വന്നാലും ഞങ്ങൾക്ക് തടയും. ഞങ്ങൾ ജീവിക്കുന്ന അവിടെയാണ്. ഞങ്ങളുടെ അമ്മയുടെ അമ്മമാരുള്ള സമയത്ത് അവിടെ വീട് കയറ്റിയതാണ്. അതിനി കോറി വരാൻ പറ്റില്ല. അതിന് ഞങ്ങൾക്ക് തടയാനും ചെയ്യാം. ഞങ്ങൾക്കൊന്നും ഇവിടെ ജീവിക്കാൻ പറ്റാത്ത കണ്ടീഷനാണ്. അത് ഞങ്ങളൊക്കെ ഈ നാട്ടിൽ നിന്ന് പോകേണ്ട ലക്ഷണമാണ്. അത് ഭയങ്കര വിഷമമുള്ള കാര്യങ്ങളാണ്. വീടിൻ്റെ ടൈലുകളും കാര്യങ്ങളൊക്കെ വീട് കിടന്ന് കുലുങ്ങി പൊട്ടിച്ചാടി വീഴാണ്. കഷ്ടപ്പെട്ട് വളരെ ബുദ്ധിമുട്ടിയിട്ട് കയറ്റി ഉണ്ടാക്കിയ ഒരു ജീവിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളൊരു വീട് കയറ്റി ഉണ്ടാക്കിയതാണ്. അതൊക്കെ നശിക്കാനുള്ള വട്ടാണ് കാണുന്നത്. അതുകൊണ്ട് വളരെയധികം ഞങ്ങൾക്ക് വിഷമവും ബുദ്ധിമുട്ടും സങ്കടവും ഉണ്ട്. ഇതിനൊരു പ്രതിനിധി ഞങ്ങൾക്ക് കാട്ടിത്തരണം. സ്ഥലത്ത് വീടുകളൊക്കെ വെള്ളം വറ്റി പോവാണ്. ഇതുവരെ പറ്റാത്ത കിണറാണ്, വെള്ളം കിട്ടാതെ ഇരിക്കുന്നത്. വീട് പോകുന്നുണ്ട്. അങ്ങനെ പല തന്ത്രവുമുണ്ട്. അതിൻ്റെ പേരിൽ ഞങ്ങൾ കുടിവെള്ളം അടക്കം പോയിട്ടായിരിക്കുന്നത്. അന്ന് വീടിനൊക്കെ ചിന്നൽ വന്നിട്ടുണ്ട്. എല്ലാം ഞങ്ങളുടെയൊക്കെ എല്ലാ വെള്ളത്തിനൊക്കെ വന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ് ഇത് കോറി വന്നതിൽ. എന്താ വെച്ചെങ്കിൽ വീട് താഴ്ത്താൻ പറഞ്ഞിട്ട് കാര്യമില്ല. വീടിൻ്റെ ഉള്ളിലേക്കൊക്കെ ഭയങ്കര പൊട്ടലാണ് വരുന്നത്. കിടന്നുറങ്ങുമ്പോൾ നൈറ്റ് കഴിഞ്ഞ് കിടന്നുറങ്ങുന്ന കുട്ടി ഓടി നീറ്റു. അപ്പോൾ എന്താ അമ്മ പൊട്ടുക? ഞാൻ പറഞ്ഞു കോറിയെന്നാണ് പറഞ്ഞു. പെട്ടപ്പെട്ടേനോട് പൊട്ടൽ തുടങ്ങിയപ്പോൾ അവൻ പെട്ടെന്ന് നീച്ചു. അത്രയും ഉറക്കത്തുനിന്ന് ഞങ്ങൾക്ക് നല്ല ബുദ്ധിമുട്ടുകളുണ്ട്. വീടും പൊട്ടി, കുടിവെള്ളം പറ്റി, കുറേശ്ശേ ഉള്ളൂ. ചുമര് 4 പുറം പൊട്ടി. അവർ വീട് വെച്ചാറാ തരാമെന്ന് പറഞ്ഞു. വീട് വെച്ചിരുന്നില്ലേ. കോറി ഇന്ന് കൂടുതലാണ് വെടി പൊട്ടിച്ചോക്കണത്. പൊട്ടിച്ചതും ചെമ്പരുമ്പെന്ന് ഒരു കഷ്ണം പോകുന്നു വീടിൻ്റെ ഇതിപ്പോ. അപ്പോൾ അവരുടെ അടുത്ത് ആവുന്നതും പൊട്ടിക്കാണ്ട് നിർത്താൻ പറയുക. കോറി നിർത്തണ്ടേ, ഇവിടെ കോറി വേണ്ട. ഇതെന്താ വെച്ചാൽ ഒരുപാട് ജനങ്ങളും ഒരുപാട് അത്രയും കഷ്ടപ്പെട്ടിട്ട് കുന്നലത്തുള്ള ആൾക്കാർ അതാ വെള്ളമായി എല്ലാ സൗകര്യങ്ങളായി അവർക്ക് പോകാൻ ഭയങ്കര സങ്കടമുള്ള കാര്യമാണ്. അപ്പം നമുക്ക് എത്രയും കർശനമായിട്ട് നമുക്കിത് നിർത്തലാക്കേ പറ്റൂ.
കോറി വരാൻ പാടില്ല, ഞങ്ങളെ തടയും. പൊട്ടിച്ചതും ചെമ്പരുമ്പെന്ന് ഒരു കഷ്ണമാണ് പോകുന്നത്. ഒരു കുട്ടിക്ക് കിടന്നുറങ്ങാൻ നിവൃത്തിയില്ല. എന്താ ഞങ്ങൾ എവിടേക്കാ പോവാ? വീടും പൊട്ടി കുടിവെള്ളം വെറ്റി കുറേശ്ശേ ഉള്ളൂ. പൊടിയൊക്കെ വന്നിട്ട് ഇരിക്കാനും കിടക്കാനും പറ്റില്ല. പുതിയ വീട് കയറ്റിയതാ, അതൊക്കെ വിണ്ട് നിൽക്കുകയാണ്. ചുമരൊക്കെ പൊട്ടി ചാടുക ചെയ്യുന്നത്. ചേലക്കരയുടെ തിരക്കുകൾക്കിടയിൽ നിങ്ങൾക്കായി ഒരു സ്പെഷ്യൽ ഇടം, ജസ്റ്റ് ടു ഡിസ്കവർ യുവർ സെൽഫ്. ഇത് വെറും ഒരു ബ്യൂട്ടി പാർലർ അല്ല, ഇറ്റ്സ് ആൻ എക്സ്പീരിയൻസ്. വൻ നഗരങ്ങളിലെ പ്രീമിയം വൈബ് ഇനി നമ്മുടെ ബണ്ടിൽ. നിങ്ങളുടെ പേഴ്സണാലിറ്റിക്ക് ഇണങ്ങുന്ന ലുക്ക്, ട്രെൻഡിങ് ഹെയർ കട്ടുകൾ മുതൽ റിലാക്സിംഗ് സ്പാ വരെ, എവറിത്തിങ് ഈസ് ക്രാഫ്റ്റഡ് വിത്ത് പ്രിസിഷൻ. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ കംഫർട്ടബിൾ ആയ അറ്റ്മോസ്ഫിയർ. വി വാല്യൂ യുവർ കംഫർട്ട് ആസ് മച്ച് ആസ് യുവർ സ്റ്റൈൽ. ലുക്കിൽ മാറ്റം വരുത്താം, കോൺഫിഡൻസ് വീണ്ടെടുക്കാം. ബിക്കോസ് ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ. നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ, ഡോക്ടേഴ്സ് ടവർ, മെയിൻ റോഡ്, ചേലക്കര. ലെറ്റ് യുവർ സ്റ്റൈൽ സ്പീക്ക്.